നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വ്യാജമദ്യവുമായി ഒരാൾ പിടിയിലായത് പല്ലൂർ പണ്ടാരത്തുപടി വീട്ടിൽ പ്രദീപ്. പ്രതിയെ പിടികൂടിയത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് നടത്തിയ പരിശോധനയിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് പ്ലാറ്റ്ഫോമിനടുത്തെ എക്സലേറ്ററിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അമ്പലപ്പാറ ചുനങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചത് അമ്പലപ്പാറ കിഴക്കേ റോഡ് പൊട്ടച്ചിറ വീട്ടിൽ അബ്ദുൾ നാസർ. തൃശൂർ മാണക്കത്തറ കട്ടിലപ്പൂവത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തു. അതിരപ്പള്ളി ഏടാറ്റുമുഖത്ത് കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് തകർത്തു. വിവാദങ്ങൾക്കിടെ LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി EP ജയരാജൻ പാലക്കാട്ട്. ഷൊർണൂരിൽ ഇറങ്ങിയ ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പൊന്നാനി വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിൽ എത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണം. തൃശൂരിലെ കനത്ത പരാജയത്തിനു ശേഷം K മുരളീധരൻ സമനില തെറ്റിയ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കം ആരോപിച്ച് ഒറ്റപ്പാലത്ത് SMF SKMMA പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ. വഖഫ് ഭേദഗതി ബിൽ പാസ്സായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും രേഖയില്ലാത്ത എല്ലാ വഖഫ് സ്വത്തും ഉപയോഗം അംഗീകരിക്കാതെ സർക്കാർ ഭൂമിയാകുമെന്നും നേതാക്കൾ. വാർത്തകൾ വിശദമായി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വ്യാജ മദ്യവുമായി ഒരാൾ പിടിയിൽ. പല്ലൂർ പണ്ടാരത്തുപടി വീട്ടിൽ 34 വയസ്സുള്ള പ്രദീപാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ചിന്റെ പിടിയിലായത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ പല്ലൂർ, ദേശമംഗലം, തലശ്ശേരി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 5 ലിറ്റർ വ്യാജമദ്യവുമായി പ്രദീപ് പിടിയിലായത്. ആവശ്യക്കാർക്ക് 200 മില്ലിയുടെ ഫ്രൂട്ടി, മാ എന്നീ കുപ്പികളിലാക്കി കുപ്പി ഒന്നിന് 250 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി മുൻപും ഇത്തരത്തിൽ അബ്കാരി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ രാമകൃഷ്ണൻ, R കൃഷ്ണകുമാർ, PP പ്രശാന്ത്, പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിനോ, മാർട്ടിൻ റാഫേൽ, അനിൽ C ബാലകൃഷ്ണൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ 2 ബാഗുകളിലാക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് റെയിൽവേ പോലീസ് പ്ലാറ്റ്ഫോമുകളിൽ പരിശോധന നടത്തി വരുന്നതിനിടെയാണ് 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തെ എക്സ്കലേറ്ററിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ 2 ബാഗുകൾ കണ്ടെത്തിയത്. ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് 8 പൊതികളിലാക്കിയ നിലയിൽ 9.905 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ പോലീസ് SHO തോമസ് KO, SIമാരായ മനോജ്, ജയകുമാർ, CPOമാരായ അനൂപ്, സുഗിൽ, RPF ASIമാരായ പ്രദീപ് കുമാർ, തോമസ്, HCമാരായ പ്രദീപ്, അജീഷ് എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം അമ്പലപ്പാറ റൂട്ടിൽ ചുനങ്ങാട് വില്ലേജ് ഓഫീസിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. അപകടത്തിൽ മറ്റൊരു യുവാവിന് ഗുരുതര പരിക്കേറ്റു. അമ്പലപ്പാറ കിഴക്കേ റോഡ് പൊട്ടച്ചിറ പരേതനായ മുസ്തഫയുടെ മകൻ 40 വയസ്സുള്ള അബ്ദുൾ നാസറാണ് മരിച്ചത്. അപകടത്തിൽ കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശി 25 വയസ്സുള്ള ബിനീഷ് കുര്യന് ഗുരുതരമായി പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 9:20 അപകടം. വില്ലേജ് ഓഫീസ് പരിസരത്ത് ചുനങ്ങാട് ഉണ്ണിവൈദ്യർപടി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നാസറിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിവാദങ്ങൾക്കിടെ ഡോക്ടർ P സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി EP ജയരാജൻ പാലക്കാട്ട്. മാർഗമധ്യേ രാവിലെ 10 മണിക്ക് ഷൊർണൂരിൽ ട്രെയിനിറങ്ങിയ അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. രാവിലെ 10 മണിക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് EP ജയരാജൻ വന്ദേ ഭാരത് തീവണ്ടിയിൽ വന്നിറങ്ങിയത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിയതിന്റെ പ്രതികരണം തേടാൻ വന്ന മാധ്യമപ്രവർത്തകരോട് ഷൊർണൂരിൽ നിന്ന് പ്രതികരിക്കാൻ EP തയ്യാറായില്ല. പാലക്കാട്ട് വെച്ച് പ്രതികരിക്കാമെന്നായിരുന്നു മറുപടി.
EP ജയരാജൻ എഴുതിയ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. DC ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് പുസ്തകം വിവാദമായത്. എന്നാൽ തന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു പരാമർശമില്ലെന്നായിരുന്നു EP കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ മടക്കത്തറ കട്ടിലപ്പൂവത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തു. പ്രദേശവാസി തൈക്കാട് മുളയിൽ രാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. കട്ടിലപ്പൂവം മൃഗാശുപത്രിക്കും പള്ളിക്കുമിടയിലുള്ള തൈക്കാട് മുളയിൽ വീട്ടിൽ രാജു താമസിച്ചിരുന്ന വാടക വീടിന്റെ മതിലും ഗേറ്റുമാണ് കാട്ടാന തകർത്തത്. 3 കുട്ടികളടക്കം 6 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. ആനയുടെ പരാക്രമം കണ്ട വീട്ടുകാർ ഭയന്നു വിറച്ചു. വീടിന്റെ ഗേറ്റും മതിലും തകർത്ത ശേഷം സമീപത്തെ പള്ളിപ്പറമ്പിലേക്ക് കയറിയ കാട്ടാന പിന്നീട് സ്വമേധയാ കാട് കയറുകയായിരുന്നു. കഴിഞ്ഞ 2.5 വർഷത്തോളമായി വടക്കാഞ്ചേരി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെങ്കിലും കട്ടിലപ്പൂവത്ത് കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ഇത് 2ാം തവണയാണ്. കുതിരാൻ തുരങ്കപാത തുറന്നതോടെയാണ് പ്രദേശത്തേക്ക് കാട്ടാനകൾ വന്നു തുടങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തുരങ്കപാത തുറന്നതോടെ പഴയ കുതിരാൻ പാത അടച്ചിരുന്നു. ഇതോടെ പഴയ പാത വഴി വാഹന ഗതാഗതവും നിലച്ചു. ഇതോടെയാണ് പീച്ചി വനമേഖലയിൽ നിന്നും പഴയ പാത മുറിച്ച് വടക്കാഞ്ചേരി വനമേഖലയിലേക്ക് കാട്ടാനകൾ കടന്നതെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വിവരമറിഞ്ഞ് പട്ടിക്കാട് വനംവകുപ്പ് അധികൃതരും മാണക്കത്തറ പഞ്ചായത്ത് അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനക്കൂട്ടം കൊട്ടഹൗസ് തകർത്തു. പ്ലാന്റേഷൻ കല്ലാല ഡിവിഷനിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആക്രമണ സമയത്ത് കൊട്ടഹൗസിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. ആളുകൾ താമസമില്ലെങ്കിലും ഭക്ഷണം കഴിക്കുവാനും വസ്ത്രം മാറാനും വിശ്രമിക്കാനും ഉപയോഗിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ് കാട്ടാനകൾ ആക്രമിച്ചത്. ആക്രമണ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. രാവിലെ പ്രദേശവാസികൾ വന്നു നോക്കിയപ്പോഴാണ് ക്വാർട്ടേഴ്സ് തകർത്ത വിവരമറിയുന്നത്. പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞയാഴ്ച അതിരപ്പള്ളി വെറ്റിലപ്പാറ പെട്രോൾ പമ്പിന് സമീപം കോഴിക്കോട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ കാട്ടാന ആക്രമിച്ചിരുന്നു. കാറിന്റെ മുൻഭാഗം തകർത്ത കാട്ടാനയെ കാറിലുണ്ടായിരുന്നവർ നിർത്താതെ ഹോൺ മുഴക്കിയാണ് ഓടിച്ചുവിട്ടത്. നേരത്തെ അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ മേഖലയിലെ എണ്ണപ്പനത്തോട്ടത്തിനകത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ മുകളിലേക്ക് കാട്ടാന എണ്ണപ്പന മറിച്ചിട്ടിരുന്നു. ആക്രമണത്തിൽ അംഗൻവാടിയുടെ മേൽക്കൂരയും ഭിത്തിയും തകർന്നു. പ്രവൃത്തി സമയമല്ലാത്തതിനാലാണ് അന്നും ആളപായം ഒഴിവായത്. മേഖലയിലെ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ അധികൃതർ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാധാരണക്കാരിയായ സ്ത്രീയെ മുൻനിർത്തി നടത്തിയ പൊന്നാനിയിലെ വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യണമെന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിലെത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് പുസ്തകത്തിന്റെ പ്രകാശനം വൈകിപ്പിച്ചത് എന്നറിയാൻ കേരളത്തിന് താൽപ്പര്യമുണ്ട്. EPയെ വിശ്വാസമുണ്ടെന്ന് പറയുന്ന CPM സെക്രട്ടറി DC ബുക്സിനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. തന്നെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന EP ജയരാജന്റെ വിശ്വാസ്യത കേരളത്തിനറിയാം. തനിക്ക് EP-യുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. തനിക്കെതിരെ കോടതിയിൽ പോകുമെന്ന് പറയുന്ന EP തങ്ങൾ 2 പേരുടെയും കൂടിക്കാഴ്ചകൾ നടന്ന സമയത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുമെന്ന് മറക്കരുത്. ഇത് തൻ്റെ ആത്മകഥയല്ല എന്ന് EP തന്നെ പറയുമ്പോൾ അതിൽ തനിക്ക് ഉത്കണ്ഠപ്പെടാൻ ഒന്നുമില്ല. യഥാർത്ഥ ആത്മകഥ ഇറങ്ങുമ്പോൾ പ്രതികരിക്കാം. EP ജയരാജന്റെ പുസ്തകത്തിലെ തന്നെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ച് ശോഭ പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി K മുരളീധരന് സമനില തെറ്റിയിരിക്കുകയാണ്. തൃശൂരിൽ അദ്ദേഹം പറഞ്ഞ പ്രവചനം തെറ്റി. അതോടെ നിലതെറ്റിയ അവസ്ഥയിലാണ് K മുരളീധരൻ. പാലക്കാട്ട് BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന K മുരളീധരന്റെ പ്രസ്താവന ബാലിശമാണ്. പാലക്കാട് BJP ജയിക്കും. സന്ദീപ് വാര്യർ വിഷയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ വിഷയത്തിൽ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കോടതി മുൻപാകെ ഇത് വെള്ളരിക്കപട്ടണമല്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള ഫോണും ശ്രീമാൻ EP ജയരാജന്റെ കയ്യിലുള്ള ഫോണും ഒക്കെ ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ വ്യത്യാസത്തിലാണ് ഈ 2 ഫോണുകളും ഇരുന്നിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കാനെല്ലാം തന്നെ സാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം ചർച്ച ചെയ്തതിന് ശേഷം
ശ്രീമാൻ ഇ.പിയെ കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കെന്തായാലും ശ്രീമാൻ ഇ.പിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മാത്രവുമല്ല ഇ.പി തന്നെ പറയുകയാണ് ഇതെൻ്റെ ആത്മകഥയല്ല. അപ്പോൾ അങ്ങനെ ഇ.പി നിഷേധിക്കുന്ന എന്നാൽ DC ബുക്സും നിഷേധിക്കാത്ത ഒരാത്മകഥയിൽ വന്ന എന്നെക്കുറിച്ചുള്ള ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അത് നമുക്ക് ആത്മകഥ പുറത്തിറങ്ങിയതിന് ശേഷം അതിനോടുള്ള കമൻസ് ഞാൻ പറയാം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മതിലകത്ത് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ഹസീബ്, പെരിഞ്ഞനം പള്ളിവളവ് സ്വദേശി പ്രിൻസ്, കണ്ടശങ്കടവ് കാരമുക്ക് സ്വദേശി ബിനു എന്നിവരാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികളെ പോലീസ് സാഹസികമായി പിടികൂടിയത്. ഒക്ടോബർ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ID ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയത്. ഭീഷണിപ്പെടുത്തി കൂരിക്കുഴി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കിവിടുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഭവത്തിലെ 2 പേർ സംഭവം നടന്ന ഉടൻ തന്നെ പിടിയിലായി. രക്ഷപ്പെട്ട 3 പേർ കൊടൈക്കനാൽ, ഗോവ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. അറസ്റ്റിലായ ഹസീബിന് മതിലകം, കയ്പമംഗലം, വലപ്പാട്, കാളിയാർ എന്നീ സ്റ്റേഷനുകളിലായി 15ഓളം കേസുകൾ നിലവിലുണ്ട്. പ്രിൻസിന് കാട്ടൂർ, പുത്തൂർ, കുരിശ് എന്നിവിടങ്ങളിലായി 2ഉം ബിനുവിന് വാടാനപ്പള്ളി, വലപ്പാട് സ്റ്റേഷനുകളിലായി 3ഉം കേസുകളുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI പ്രജീഷ്, CPOമാരായ ഷിഹാബ്, ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ SMF SKMMA നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നിലവിലുള്ള സംവിധാനങ്ങൾ ഏറെക്കുറെ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. അതിന് നിരക്കാത്ത, ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വഖഫിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തും വിധത്തിലുള്ള ചില പുതിയ പുതിയ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കാനുള്ള ഒരു സാഹചര്യം അത് ഇടയ്ക്കിടയ്ക്ക് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പൗരത്വ ബില്ല്, അതുപോലെ തന്നെ ഈ വഖഫ് സംബന്ധമായ പുതിയ നിയമം അത് ഇടയ്ക്കിടയ്ക്കിനെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഉഷാർ തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ നിയമങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് വലിയ പ്രതിസന്ധിയിലാവും. AU ചേക്കുഹാജി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. മരക്കാർ മാരായമംഗലം മുഖ്യാതിഥിയായിരുന്നു. അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആലുവ വിഷയം അവതരിപ്പിച്ചു. അബ്ദുൽ ഖാദർ ദാരിമി, യൂസഫ് സാഹിബ്, MT സൈനുൽ ആബിദീൻ, ഖാജ ദാരിമി, ഉബൈദ് തങ്ങൾ ലക്കടി, VAC കുട്ടിഹാജി, റഹീം ഷാ നെന്മാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹമീദ് ഹാജി കരിമ്പ, അഷ്റഫ് ഹാജി, സുലൈമാൻ ഹാജി ആലയൂർ, അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കാളമ്പാറ, TP അബൂബക്കർ മുസ്ലിയർ, മുഹമ്മദ് ഉണ്ണി മാസ്റ്റർ തണ്ണീർക്കോട്, റഫീഖ് ഒറ്റപ്പാലം, യൂസഫ് ഹാജി കാരക്കാട്, A സയ്യിദ് പുതുശ്ശേരി, അബ്ദുൾ റഹ്മാൻ മരുദൂർ, അഷ്റഫ് ഒറ്റപ്പാലം, റഹ്മാൻ പട്ടാമ്പി, ഖാജ ഉലൂമി പട്ടാമ്പി, ഷാഫി മാസ്റ്റർ, സൈദാലി മാസ്റ്റർ തിരുവേഗപ്പുറ, അലി മൗലവി നാട്ടുകല്ല്, ഹംസ ഫൈസി, സമദ് കൈപ്പുറം, വൈദ്യൻ മുഹമ്മദ് മണ്ണാർക്കാട്, ഹംസ സാഹിബ് അനങ്ങനടി, യൂസഫ് ഹാജി അയ്യങ്കുളം, ജബ്ബാർ മങ്കര, നിഷാദ്, ഹംസ ലത്തീഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. പക്ഷേ നാം പറയുന്ന ആശയങ്ങളിൽ ഓരോന്നിലും ഇതിൻ്റെ ശക്തിയും നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ ബലവുമുണ്ട് എന്നത് നാം ഓരോരുത്തരും ഉൾക്കൊള്ളുകയും ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അധികാരികൾ ഇക്കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെയും കാരുണ്യത്തോടെയും കാണുകയും ചെയ്യണം എന്നതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കാലങ്ങളായി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിങ്ങൾ, ചില കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന പെരും നുണകൾക്ക് താഴെയാണ് ഈ രാജ്യത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ല് പാസായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും ഇത് ശരീഅത്തിനെതിരാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി.
ഇസ്ലാമിൽ വാക്കാണ് വഖഫിന്റെ നിബന്ധന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കരുവന്നൂരിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ച ശേഷവും തുടരുന്നുവെന്നാരോപിച്ച് ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രതിഷേധം. ആഴ്ചകൾക്ക് മുൻപ് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറിലിടിച്ച് ചെറിയ പാലത്തിൽ വെച്ച് കാർ ഡ്രൈവർ മരിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് പോലീസ് ഏറെ വീതിയുള്ള പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഓവർടേക്കിംഗ് ഒഴിവാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇത്തരത്തിൽ സ്വകാര്യ ബസ് ഡിവൈഡറിന് മറുവശത്തുകൂടെ ഓവർടേക്കിംഗ് നടത്തിയിരുന്നു. ഇത് സമീപത്തെ CCTVയിലും പതിഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചെറിയപാലം പരിസരത്ത് വീണ്ടും പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബസ്സുകളെ തടഞ്ഞു നിർത്തി വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തി മുന്നറിയിപ്പ് നൽകിയാണ് നാട്ടുകാർ വിട്ടയച്ചത്. പ്രതിഷേധ സമരം നടക്കുന്നതറിഞ്ഞ് നിയമം തെറ്റിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ് രാവിലെ സർവീസ് നടത്തിയില്ല. നിയമം തെറ്റിച്ച് അമിത വേഗത തുടരുകയാണെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ജനകീയ പ്രതിരോധ സമിതി നേതാക്കൾ അറിയിച്ചു. നിയമം തെറ്റിച്ച ബസ്സിനെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് സ്ഥലത്തെത്തിയ ചേർപ്പ് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ചത്. അതിദാരുണമായ ഒരു അപകടം നടന്നിട്ട് ആഴ്ചകളായിട്ടുള്ളൂ ഇവിടെ. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഉണ്ടാക്കിയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഡ് വെക്കലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ബസ്സുകാർ ഇതിനെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡ് കയറി ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ പോയിക്കൊണ്ടിരിക്കുക. അതിനെതിരായിട്ടുള്ള നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അറിയിക്കുന്ന രീതിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ലോകതന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന നെഹ്റുജിയുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായാണ് നമ്മളിന്നിവിടെ കൂടിച്ചേർന്നത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അതിനുശേഷം പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇത്രയധികം പ്രയത്നിച്ച, ഇത്രയും നല്ല രീതിയിൽ ഈ രാജ്യത്തെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച നെഹ്റുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷനായി. DCC സെക്രട്ടറി K കൃഷ്ണകുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ വിജയപ്രകാശ് ശങ്കർ, പാലൊളി ഹുസൈൻ, A ഉണ്ണികൃഷ്ണൻ, P അനിൽകുമാർ, P ശിവദാസ്, VG ശ്രീനിവാസൻ, വിൻസെന്റ്, പ്രേദർശൻ, രവീന്ദ്രൻ, ഹരി, സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പാർലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയകുമാരൻ അധ്യക്ഷനായി. K ഇന്ദ്രപ്രസാദ്, R രാധാകൃഷ്ണൻ, C കൃഷ്ണൻ, K രമേശ്, G ജയപ്രകാശ്, ഉദയചന്ദ്രൻ, ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ശിശുദിനാഘോഷം വർണ്ണാഭമാക്കി അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി UP സ്കൂൾ. ശിശുദിനത്തിൽ സ്കൂൾ കെട്ടിടത്തിന്റെ 2ാം നിലയുടെ ഉദ്ഘാടനവും നടന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. നവംബർ 14 എന്ന് പറയുന്നത് ശിശുദിനമാണ്. കുട്ടികളെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആ പ്രധാന ദിവസത്തിൽ തന്നെ നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് നമ്മുടെ ക്ലാസ് മുറികൾ പഠനം മാറ്റുകയാണ്. നേരത്തെ പ്ലാറ്റിനം ജൂബിലിയായി ബന്ധപ്പെട്ട് നമുക്കൊരു കെട്ടിടം ഇവിടെ ലഭിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം മറ്റു പരിപാടികളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ താഴത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ഇപ്പോൾ മുകളിലത്തെ നില കൂടി പണി പൂർത്തീകരിച്ച് അതിലേക്ക് UP ക്ലാസുകൾ മാറാൻ വേണ്ടി പോവുകയാണ്. ചടങ്ങിൽ PTA പ്രസിഡന്റ് സുജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ K ഉണ്ണിമാസ്റ്റർ, അമ്പലപ്പാറ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് മേജർ K രവീന്ദ്രൻ, പ്രധാനാധ്യാപിക K മഞ്ജു, T പ്രകാശ്, K പ്രീത, N അച്യുതാനന്ദൻ, BP ഗീത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഉപജില്ലാ മേളകളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശിശുദിനത്തിന്റെ ഭാഗമായി പ്രീ പ്രൈമറി രക്ഷിതാക്കൾക്കായി ശില്പശാല നടത്തി. പാട്ടുത്സവം, വരയുത്സവം, ഭക്ഷ്യമേള എന്നിവയും ഉണ്ടായിരുന്നു.
ഒരു കുഞ്ഞനുറുമ്പുണ്ടായിരുന്നു. പണ്ടൊരു കാട്ടിൽ ഒരു കുഞ്ഞനുറുമ്പുണ്ടായിരുന്നു. കൂട്ടിലിരുന്നു മടുത്തൊരു നാളിൽ കാട് കാണാൻ മോഹം, കുഞ്ഞന് കാഴ്ചന് കാണാൻ മോഹം. പായസ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ശിശുദിന റാലി സംഘടിപ്പിച്ചു. പറളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെമ്പകവല്ലി ശിശുദിന റാലി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ബാലജന സഖ്യത്തിന്റെ നേതൃത്വത്തിലാണ് ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ വി ഗോപിനാഥ്, MC മണിയൻ, ശിവദാസ്, PTA പ്രസിഡന്റ് വിദ്യ, M സൗമ്യ, M മിനി, PS ഗ്രീഷ്മ, CS ഷാഹിന, K വിനോദിനി എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ചെയർമാൻ KM രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വിദ്യാർത്ഥി KN അതുൽ കൃഷ്ണയാണ് ശിശുദിന റാലിയിൽ ചാച്ചാജിയായി വേഷമിട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. UDF സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കല്ലേക്കാട് കുടുംബയോഗം സംഘടിപ്പിച്ചു. മുൻ MLAയും AICC അംഗവുമായ ഷാനിമുൾ ഉസ്മാൻ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിൽ ബൂത്ത് പ്രസിഡന്റ് വിദ്യാധരൻ അധ്യക്ഷനായി. വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹറ മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. ഷാഫി പറമ്പിൽ MP, വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷംല ഷൌക്കത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിറോസ് ബാബു, സുദേവൻ, അബ്ദുൾ റഹ്മാൻ, കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി. സ്റ്റേജ് മത്സരങ്ങൾ നവംബർ 19 മുതൽ നടക്കും. ഉപജില്ലയിലെ 57 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 63ാമത് പറളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾക്ക് പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നവംബർ 19 ചൊവ്വാഴ്ച മുതലാണ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുക. ഉപജില്ലയിലെ 57 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ ഭാഗമായി 15 വേദികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പ്രോഗ്രാം കൺവീനർ ശ്രീവത്സൻ മാസ്റ്റർ പറഞ്ഞു. 4 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവത്തിൽ ഇവിടുത്തെ 6 പഞ്ചായത്തുകളിൽ നിന്നായി 53 സ്കൂളുകളിലെ 6000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് രചനാ മത്സരങ്ങളാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 19, 20, 21 തീയതികളിലാണ് സ്റ്റേജ് തല മത്സരങ്ങൾ ആരംഭിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനും പ്രശസ്ത നാടൻപാട്ട് കലാകാരനുമായ ശ്രീ പ്രണവം ശശിയാണ് കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ആഴ്ചകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ മണ്ണൂർ നഗരിപ്പുറം പ്രധാന കനാലിൽ വ്യാപകമായ തോതിൽ മാലിന്യം തള്ളി തുടങ്ങി. പ്രദേശത്ത് CCTV സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. 2 ആഴ്ച മുൻപാണ് കനാൽ വകുപ്പ് കനാലുകൾ ശുചീകരിച്ചത്. അന്ന് ലോഡ് കണക്കെ മാലിന്യം നീക്കിയാണ് കനാൽ ശുചീകരണം പൂർത്തീകരിച്ചത്. ഹോട്ടൽ മാലിന്യം, വീടുകളിലെ മാലിന്യം, പച്ചക്കറി മാലിന്യം അടക്കം ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി കനാലിനകത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിലാണ് മാലിന്യം തള്ളുന്നത്. മാലിന്യത്തിന്റെ ദുർഗന്ധം മൂലം സമീപവാസികളും പ്രയാസത്തിലാണ്. 1/2 കിലോമീറ്റർ ദൈർഘ്യം വരെ മാലിന്യങ്ങളുടെ നീണ്ട നിര കാണാം. വിഷയത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് CCTV സ്ഥാപിച്ച് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടം മാലിന്യ കേന്ദ്രമായി മാറുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. നിരവധി വർഷങ്ങളായിട്ടും ഇതിനെതിരെ മണ്ണൂർ പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ പോലീസോ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മണ്ണൂരിൽ നിന്നും കൊളപ്പള്ളി റോഡിലേക്ക് പത്തിരിപ്പാല ഭാഗത്തേക്ക് ഒരു ചെറിയ റോഡാണ് കനാലിൻ്റെ അതേ വരുന്നത്. അത് 2 ആഴ്ച മുമ്പ് വളരെ വൃത്തിയായി അത് നേരാക്കിയാണ്. ഇപ്പോൾ ഇത് വീണ്ടും മാലിന്യം കൊണ്ടിട്ട് കോഴി അവശിഷ്ടങ്ങളും പച്ചക്കറി വേസ്റ്റും കൊണ്ടിട്ട് വളരെ മാലിന്യം മുക്തമാക്കിയിട്ടുണ്ട്. അതിനെതിരെ പഞ്ചായത്ത് വളരെ ശക്തമായ നടപടിയെടുത്തേ പറ്റൂ. കാരണം അതിൽ റോഡ് വരാനുള്ളതാണ്. അത് വെറും കടലാസ് രേഖകളിൽ മാത്രം ഒതുങ്ങി കിടക്കുന്നു. പഞ്ചായത്ത് അടിയന്തരമായി CCTV ഫിറ്റ് ചെയ്ത് മാതൃകാപരമായി പ്രതികളെ പിടിച്ച് ശിക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ. പിടിയിലായത് പല്ലൂർ പണ്ടാരത്തുപടി വീട്ടിൽ പ്രദീപ്. പ്രതിയെ പിടികൂടിയത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് നടത്തിയ പരിശോധനയിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെത്തിയത് പ്ലാറ്റ്ഫോമിനടുത്തെ എക്സലേറ്ററിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അമ്പലപ്പാറ ചുനങ്ങോട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. മരിച്ചത് അമ്പലപ്പാറ കിഴക്കേ റോഡ് പൊട്ടച്ചിറ വീട്ടിൽ അബ്ദുൾ നാസർ. തൃശൂർ മാണക്കത്തറ കട്ടിലപ്പൂവത്ത് വീടിനു നേരെ കാട്ടാന ആക്രമണം. വീടിന്റെ മതിലും ഗേറ്റും കാട്ടാന തകർത്തു. അതിരപ്പള്ളി ഏടാറ്റുമുഖത്ത് കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് തകർത്തു. വിവാദങ്ങൾക്കിടെ LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി EP ജയരാജൻ പാലക്കാട്ട്. ഷൊർണൂരിലിറങ്ങിയ ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പൊന്നാനി വ്യാജ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ചാനൽ പ്രതിനിധി ഉൾപ്പെടെ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ. EP ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കരാറിൽ എത്തിയിട്ടുണ്ടോ എന്ന് DC ബുക്സ് വ്യക്തമാക്കണം. തൃശൂരിലെ കനത്ത പരാജയത്തിനു ശേഷം K മുരളീധരൻ സമനില തെറ്റിയ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ. വഖഫ് മദ്രസ വിരുദ്ധ നീക്കം ആരോപിച്ച് ഒറ്റപ്പാലത്ത് SMF SKMMA പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പാലക്കാട് ജില്ലാ പ്രതിഷേധ ധർണ. വഖഫ് ഭേദഗതി ബിൽ പാസ്സായാൽ വാക്കാൽ വഖഫ് അംഗീകരിക്കില്ലെന്നും രേഖയില്ലാത്ത എല്ലാ വഖഫ് സ്വത്തും ഉപയോഗം അംഗീകരിക്കാതെ സർക്കാർ ഭൂമിയാകുമെന്നും നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.